بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. أما بعد. സഹോദരങ്ങളെ, സഹീഹ് മുസ്ലിമിലെ കിതാബ് സ്വലാത്തിലെ ഹദീസുകളിൽ നിസ്കരിക്കുന്ന ആളുടെ മുന്നിൽ വെക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ട സൂത്രയുടെ മറയുടെ വിശദാംശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ള ഹദീസുകളാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. عن موسى بن طلحة عن أبيه قال قال رسول الله صلى الله عليه وسلم إذا وضع أحدكم بين يديه مثل مؤخرة الرحل فليصلي ولا يبالي من مر وراء ذلك. മൂസ ബിൻ തൽഹ റഹിമഹുല്ലാ അദ്ദേഹം തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അഥവാ തൽഹ ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ വലിയ പ്രത്യേകതകളുള്ള സഹാബിയാണ്. അതായത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത ഒരൊറ്റ ഹദീസിൽ അറിയിച്ച 10 സഹാബിമാരിൽ ഒരാളാണ് തൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു വഅർദാഹ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ എല്ലാവരും ഏറെ ശ്രേഷ്ഠരാണ്. പക്ഷേ അവരിൽ ചിലർക്ക് ചിലരെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. അവരെല്ലാവരും അദൂൽ, ഏറ്റവും നീതിമാന്മാരും ഏറ്റവും പരിശുദ്ധരും, അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ അവൻ്റെ നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ളവരുമാണ്. അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി അവരെക്കുറിച്ച് നല്ലത് പറയുകയും അവരെക്കുറിച്ച് മോശമായതൊന്നും ചിന്തിക്കാതിരിക്കുകയും ചെയ്യുക ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. എങ്കിലേ നമ്മുടെ ഈമാൻ ശരിയാവുകയുള്ളൂ. ഇസ്ലാമിൻ്റെ ശരിയായ പാതയിൽ അഹ്ലുസുന്നത്തിൽ നിൽക്കാൻ സഹാബത്തിനോടുള്ള സ്നേഹം ഉണ്ടായേ തീരുകയുള്ളൂ. അഹ്ലുസുന്നത്തിൻ്റെ അടയാളമാണ് സഹാബത്തിനോടുള്ള അവരുടെ സ്നേഹം. സലാമത്തു ഖുലൂബിഹിം വൽസിനത്തിഹിം മിൻ സഹാബത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുസുന്നത്തിൻ്റെ ഹൃദയങ്ങളും അവരുടെ നാവുകളും സഹാബത്തിനെ കുറിച്ച് നല്ലതു മാത്രം ചിന്തിക്കുന്ന, നല്ലതു മാത്രം പറയുന്ന, അവരെക്കുറിച്ച് ഒരിക്കലും മോശമായത് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യാത്തതായിരിക്കും അഹ്ലുസുന്നത്തിൻ്റെ ഹൃദയവും അവരുടെ നാവുകളും. അവരെല്ലാം ശ്രേഷ്ഠരാണ്. എന്നാൽ അവരിൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ള സഹാബിമാരുണ്ട്. അവരിൽ ഏറ്റവും ശ്രേഷ്ഠർ 2 പേരാണ്, ഷെയ്ഖാൻ അബൂബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമ. 2 പേരിൽ ഏറ്റവും ശ്രേഷ്ഠർ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു അർദാഹ്. ഈ 2 സഹാബിമാർക്ക് ശേഷം പിന്നീട് ഉസ്മാൻ, പിന്നീട് അലി, ഇങ്ങനെ 4 സഹാബിമാർ ഖുലഫാഉ അൽ അർബഅ, ഇവരാണ് ഏറ്റവും ശ്രേഷ്ഠർ. അത് കഴിഞ്ഞാൽ പിന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ബാക്കി 6 പേർ, ബാക്കി 6 സഹാബിമാർ: തൽഹ ഇബ്നു ഉബൈദില്ലാഹ്, സുബൈർ ഇബ്നുൽ അവ്വാം, സഅദ് ഇബ്നു അബി വഖാസ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഈദ് ഇബ്നു സെയ്ദ്, അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇവരാണ് ആ 6 സഹാബിമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഹദീസിൽ അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലി ഫിൽ ജന്ന എന്നിങ്ങനെ എണ്ണിയ
10 പേരാണ് ഈ സഹാബിമാർ. അവരാണ് അൽ അഷറത്തു അൽ മുബശ്ശറൂന ബിൽ ജന്ന എന്നറിയപ്പെടുന്നത്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാർ. അതായത് ഒരൊറ്റ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അവരിലൊരാളാണ് ഈ സഹാബി തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കാൻ നബി ഇത് പറയാനൊരു കാരണമുണ്ടായിരുന്നു. മുസ്ലിമിലെ തന്നെ തൊട്ടടുത്ത റിവായത്തിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചോദിച്ചു, കുന്ന നുസല്ലി, ഓ നബിയെ ഞങ്ങൾ നിസ്കരിക്കുമ്പോൾ വദ്ദവാബു തമുറു ബൈന ഐദീന. സഹാബത്ത് പറയുകയാണ്, കുന്ന നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കും, വദ്ദവാബു തമുറു ബൈന ഐദീന, നമ്മുടെ മുന്നിലൂടെ മൃഗങ്ങളും മറ്റും ജന്തുക്കളും മറ്റും ആ സമയത്ത് കടന്നു പോകും. ഫദക്കർന ദാലിക ലറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾ പറഞ്ഞു, നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ മൃഗങ്ങളൊക്കെ മുന്നിലൂടെ പോകുന്നു, എന്താണ് ചെയ്യുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞ മറുപടിയാണിത്. അതായത് നബി പറഞ്ഞു, ഇദാ വദഅ അഹദുകും ബൈന യദൈഹി, നിങ്ങളിൽ ആരെങ്കിലും നിസ്കരിക്കുമ്പോൾ തൻ്റെ മുന്നിൽ വെച്ചാൽ മിസ്ല മുഅഖിറത്തിർ റഹ്ലി, റഹ്ലിൻ്റെ മുഅഖിറത്തിന് സമാനമായ വലിപ്പമുള്ളത്, അങ്ങനെയുള്ള വലതും. റഹ്ൽ എന്നാൽ ഒട്ടകക്കട്ടിലാണ്, ഒട്ടകത്തിന് മുകളിൽ വെക്കുന്ന കട്ടിലാണ് റഹൽ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ മുഅഖിറത്ത് എന്നാൽ അതിൻ്റെ പിൻവശത്ത് അതിനുള്ളിലിരിക്കുന്നയാൾ ചാരിയിരിക്കുന്ന ഒരു മരത്തടിയുണ്ട്. റഹലിൽ ഒരാൾ കയറിയിരുന്നാൽ അയാൾ അതിൻ്റെ പിൻവശത്ത് ചാരിയിരിക്കുന്ന ഒരു മരത്തടിയുണ്ട്. ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന അളവാണത്, സഹാബത്തിന് പരിചയമുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ തൊട്ടടുത്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിൻ്റെ യാത്രയിലാണ് ഇത് പറഞ്ഞത്. അപ്പോൾ നോക്കൂ, യാത്രയിൽ പൊതുവെ ഇത് കയ്യിലുണ്ടാകും, ആളുകൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാകും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എളുപ്പത്തിനാണ് അവരെ ദീൻ പഠിപ്പിച്ചത്. അപ്പം അതിൻ്റെ ഈ റഹലിൻ്റെ മുഅഖിറ, അതിൻ്റെ പിന്നിലുള്ള ഈ മരത്തടി, അതിൻ്റെ വലിപ്പമുള്ളത് നിങ്ങൾ മുന്നിൽ നിസ്കരിക്കുമ്പോൾ മറയായി വെച്ചാൽ ഫൽയുസല്ലി, അങ്ങനെ വെച്ചാൽ നിസ്കരിക്കുക. വലാ യുബാലി മൻ മറ വറാഅ ദാലിക്, പിന്നെ അതിൻ്റെ അപ്പുറത്തൂടെ ആര് നടന്നു പോയാലും കാര്യമാക്കേണ്ടതില്ല. അത് വെച്ച് പിന്നെ അപ്പുറത്തൂടെ ആര് പോയാലും പ്രശ്നമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ നോക്കൂ, അടുത്ത ഹദീസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അടുത്ത ഹദീസ് അൻ ആയിഷ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല ഫീ ഗസ്വതി തബൂക്ക് അൻ സുത്രത്തിൽ മുസല്ലി, നിസ്കരിക്കുന്ന ആളുടെ മുന്നിൽ വെക്കുന്ന മറയെക്കുറിച്ച് തബൂക്ക് യുദ്ധത്തിൻ്റെ യാത്രക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, അഥവാ നബിയോട് ആളുകൾ ചോദിച്ചു. ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കമുഅഖിറത്തി റഹൽ, റഹലിൻ്റെ ഒട്ടകക്കട്ടിലിൻ്റെ മുഅഖിറത്ത് പോലെ, നേരത്തെ സൂചിപ്പിച്ച അതിൻ്റെ പിൻഭാഗത്തുള്ള ഈ മരത്തടി പോലെ, അതിനത്ര വലിപ്പമുള്ളത്, അഥവാ അതിൻ്റെ ഉയരമാണ് ഉദ്ദേശം. ഈ മുഅഖിറത്ത് റഹലിൻ്റെ വലിപ്പം എത്രയാണ്? ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ദിറാഇൻ്റെ എല്ലിൻ്റെ വലിപ്പമുണ്ട് അതിന് എന്നാണ്. എന്താണ് ദിറാ? ദിറാ എന്നാൽ നമ്മുടെ ഈ കൈയാണ്, അഥവാ കൈയിൻ്റെ ഉയർന്ന വിരലിൻ്റെ അറ്റം തൊട്ട് കൈമുട്ട് വരെ, ഇതിനാണ് ദിറാ എന്ന് പറയുക. ദിറാഇൻ്റെ എല്ല് എന്ന് പറഞ്ഞാൽ കൈപ്പത്തിക്ക് താഴെയുള്ള കൈത്തണ്ടയുടെ എല്ലാണ്. ഈ എല്ലിൻ്റെ അത്ര വലിപ്പം ഈ മുഅഖിറത്തു റഹലിന് ഉണ്ടായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെ പിടിച്ചാൽ ഇതിൻ്റെ ഒരു 2/3 ഭാഗം ഇത്രയെങ്കിലും ഉയരം ഈ പറയുന്ന സൂത്രക്ക്, ഒരാൾ മുന്നിൽ സ്ഥാപിക്കുന്ന സൂത്രക്ക് ഉണ്ടായിരിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ പറയുന്നത്. നോക്കൂ, സൂത്രയുമായി ബന്ധപ്പെട്ട ഇനിയും ഹദീസുകൾ നമുക്ക് വായിക്കാനുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാകും. عن ابن عمر أن رسول الله صلى الله عليه وسلم كان إذا خرج يوم العيد أمر بالحربة فتوضع بين يديه فيصلي إليها والناس وراءه وكان يفعل ذلك في السفر. عبد الله بن عمر رضي الله عنه ഉദ്ധരിക്കുന്ന ഹദീസാണ് അടുത്തത്. എന്താണ് അദ്ദേഹം പറയുന്നത്? കാന ഇദാ ഖറജ യൗമൽ ഈദ്, യൗമുൽ ഈദിൽ പെരുന്നാൾ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കാരത്തിനായി പുറപ്പെട്ടാൽ ഉമിറ ബിൽ ഹർബ, ഹർബത്ത് കൊണ്ടുവരാൻ കൽപ്പിക്കുമായിരുന്നു. ഹർബത്ത് എന്നാൽ അത് കുന്തമാണ്, കുന്തത്തോട് സമാനമായ ഒരു ആയുധമാണ്. റുംഹ് എന്ന് പറയും കുന്തത്തിന്. അത് പല പേരുകളുണ്ട്, അത് പല പേരുകളിലുള്ളതിന് പല വലിപ്പമാണ്, പല ഉയരമാണ് എന്നാണ്. റുംഹ് എന്നാൽ അത് വലുതാണ്.
ഹർബത്ത് അതിന് താഴെയുള്ളതാണ്. ഇത് കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുമായിരുന്നു. ഫതൂദഉ ബൈന യദൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഇത് ഈദ് നിസ്കരിക്കുമ്പോൾ സ്ഥാപിക്കും. ഫയുസല്ലി ഇലൈഹ, അതിലേക്ക് തിരിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കും. വന്നാസു വറാഅ, ജനങ്ങൾ നബിയുടെ പിന്നിലും. ജനങ്ങൾക്ക് വേറെ പിന്നെ മറയില്ല. ഇമാമിൻ്റെ സുത്തറ പിന്നിലുള്ളവർക്ക് സുത്തറയാണ്, ഇമാമിൻ്റെ സുത്തറ പിന്നിലുള്ളവർക്കും സുത്തറയാണ്. വകാന യഫഅലു ദാലിക ഫി സഫർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ ഇതുപോലെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നോക്കൂ, ഈ ഹദീസിൽ എന്താണുള്ളത്? സാധാരണ മസ്ജിദിൽ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ മസ്ജിദിൽ ചുമരുണ്ടാകും, വീട്ടിൽ ചുമരുകളുണ്ടാകും. അവിടെ പ്രത്യേകം സുത്തറ വെക്കേണ്ട ആവശ്യം പലപ്പോഴും വരികയില്ല. പക്ഷേ ഈദ് സലാഹ് എവിടെയാണ് സുന്നത്ത്? അത് പുറത്താണ്, മുസല്ലയിലാണ്, മസ്ജിദിനകത്തല്ല, മറിച്ച് പുറത്താണത് സലാത്തുൽ ഈദ് സുന്നത്തായിട്ടുള്ളത്, അവിടെയാണ്. അങ്ങനെ തുറസായ സ്ഥലത്ത് കെട്ടിടങ്ങൾ ഉണ്ടാവുകയില്ല. അപ്പോൾ സുത്ര വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഇങ്ങനെ ഒരു കുന്തം കൊണ്ടുവരാൻ പറയും. എന്നിട്ട് അത് സ്ഥാപിച്ച് അതിൻ്റെ പിന്നിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കും. ജനങ്ങൾ പിന്നിൽ നിന്ന് നിസ്കരിക്കും. യാത്രയിലും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ചെയ്തിരുന്നു. നോക്കൂ അടുത്ത ഹദീസ്. അൻ ഇബ്നു ഉമർ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅരിദു റാഹിലതഹു വഹുവ യുസല്ലി ഇലൈഹ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നു. എന്ത് ചെയ്യാറുണ്ടായിരുന്നു? കാന യഅരിദു റാഹിലതഹു, നബിയുടെ വാഹനമൃഗത്തെ അഥവാ ഒട്ടകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലങ്ങനെ നിർത്തി വഹുവ യുസല്ലി ഇലൈഹ, അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഒട്ടകത്തെ വിലങ്ങനെ നിർത്തി, മറയായ ഒട്ടകത്തെ നിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്കിടയിൽ നിസ്കരിക്കാറുണ്ടായിരുന്നു. പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞത് കാണാം, പ്രത്യേകിച്ച് ഒട്ടകക്കട്ടിൽ അതിന് മുകളിൽ ഉണ്ടാകുമ്പോൾ. കാരണം അപ്പോൾ അതിനെ നീങ്ങിപ്പോകാൻ സാധിക്കുകയില്ല, ആ സമയത്ത് അതിന് നീങ്ങിപ്പോകാൻ സാധിക്കുകയില്ല. സാധാരണ മാത്തിനുൽ ഇബിൽ എന്നറിയപ്പെടുന്ന ഒട്ടകത്തിൻ്റെ ആലയിൽ വെച്ച് നിസ്കരിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ്. അതെന്തുകൊണ്ടാണ്? അവിടെ കുറേ എണ്ണം ഉണ്ടാകും, അതിന് ഒരു തരം മതമിളകുന്നത് പോലുള്ള സ്വഭാവം അതിനുണ്ട്. മാത്രമല്ല അത് ശൈത്താൻ, പിശാച് നിന്നുള്ളതാണ്. അഥവാ പിശാചിനെ തീയിൽ നിന്ന് പടക്കപ്പെട്ടതുപോലെ ഇതിനെയും തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇതും തീയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ട ഒട്ടകങ്ങൾ എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അതായിരിക്കാം അതിൻ്റെ ഹിക്മത്ത്. അത് അതിൻ്റെ മാംസം കഴിച്ചാൽ വുദൂ മുറിയുന്നതിൻ്റെ ഹിക്മത്ത് അതായിരിക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഒട്ടകമാംസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒട്ടകമാംസം ഹലാലാണ്, ഒട്ടകത്തിനെ കഴിക്കാം, അതുകൊണ്ട് ധാരാളം ഉപകാരങ്ങളുണ്ട്. പക്ഷേ ഇത് കഴിച്ചാൽ വുദൂ മുറിയുന്നതാണ്. ഇത് കഴിച്ചാൽ വുദൂ മുറിയും, വുദൂ എടുക്കണം. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ വന്നിട്ടുള്ള ഹദീസാണത്. പല മദ്ഹബുകളിലും ഈ അഭിപ്രായം ഇല്ല. എന്തുകൊണ്ടാണത്? കാരണം അവരിൽ പലരും എണ്ണിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് വേവിച്ച ഭക്ഷണം, തീയിൽ ചുട്ടതോ വേവിച്ചതോ ആയ ഭക്ഷണം കഴിച്ചാൽ വുദൂ എടുക്കാൻ കൽപ്പിക്കുകയും പിന്നീട് അതിലിളവ് നൽകുകയും ചെയ്തു. അപ്പോൾ ആ കൂട്ടത്തിൽ ഒട്ടകമാംസവും ഉൾപ്പെട്ടു എന്നാണ് പല പണ്ഡിതന്മാരും ധരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, മറിച്ച് ബാക്കിയുള്ള മാംസത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതേ നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ അത് കഴിച്ചാൽ വുദൂ എടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഒട്ടകത്തിൻ്റെ കാര്യം വന്നപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, അത് കഴിച്ചാൽ നിങ്ങൾ വുദൂ എടുക്കണം എന്നാണ് പറഞ്ഞത്. ഇമാം അന്നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ശർഹ് മുസ്ലിമിലും മറ്റു ചില കിതാബുകളിലും പറഞ്ഞത് കാണാം. ഇതാണ് സഹീഹ്. രണ്ട് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത് അതിനെതിരാണെങ്കിൽ കൂടി. ഷാഫിഈ മദ്ഹബിൽ യഥാർത്ഥത്തിൽ ഒട്ടകത്തിന് മാംസം കഴിച്ചാൽ വുദൂ എടുക്കേണ്ടതില്ല. പക്ഷേ ഇമാം നവവി റഹിമഹുല്ലാഹ് ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് വുദൂ എടുക്കണം എന്ന അഭിപ്രായമാണ് ശരി എന്ന് പറഞ്ഞത് കാണാം. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം അത്ഭുതം കൂറിയിരുന്നു എന്നാണ്. ഏത് കാര്യത്തിൽ? ശൈഖുൽ ഇസ്ലാം മജ്മു ഫതാവയിൽ പറഞ്ഞത് കാണാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് മൻ മസ്സ ദക്കറഹു ഫലിയതവദ്ദ, ഒരാൾ തൻ്റെ ലൈംഗികാവയവം സ്പർശിച്ചാൽ വുദൂ എടുത്തു കൊള്ളട്ടെ എന്ന ഹദീസ് സ്വീകരിക്കുകയും എന്നിട്ട് വുദൂ എടുക്കാൻ പറയുകയും ചെയ്യുന്നവർ
ഈ ഹദീസ് എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്നതിൽ ഇമാം അഹ്മദ് അത്ഭുതം കൂറുമായിരുന്നു. കാരണം ഇത് സഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ഏത് ഒട്ടകമാംസം കഴിച്ചാൽ വുദു എടുക്കണം എന്നത്. മാത്രമല്ല അത് കേവല സ്പർശനമാണ്, ഇത് ഉള്ളിലേക്ക് ചെല്ലുന്നതാണ്. കേവല സ്പർശനമാണ്, ഇത് ഉള്ളിലേക്ക് ചെല്ലുന്നതാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ആ ഹദീസിലെ ഹുക്ം സ്വീകരിക്കുകയും ഈ ഹദീസിലെ ഹുക്ം സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരുടെ കാര്യത്തിൽ അത്ഭുതം കൂറിയിട്ടുണ്ട് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് മജ്മു' ഫതാവയിൽ പ്രത്യേകം പറഞ്ഞത് കാണാം. അപ്പോൾ നോക്കൂ, പറഞ്ഞു വന്നത് മആത്തിനുൽ ഇബിൽ, ഒട്ടകത്തിൻ്റെ ആലയിൽ നിസ്കരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് ഇതിനെതിരല്ല. കാരണം ഇത് അതിൻ്റെ ആലയല്ല, ഇതൊരൊറ്റ ഒട്ടകമാണ്. അതുപോലെ പലപ്പോഴും അതിൻ്റെ പുറത്ത് ഒട്ടക കട്ടിലുണ്ടാകും, അത് നിയന്ത്രണത്തിലായിരിക്കും. അതേസമയം ഒരുപാട് ഒട്ടകങ്ങൾ കടിയുന്ന ഇടം അതുപോലെയല്ല. പറഞ്ഞു വന്നത് എന്തിനാണ് ഇവിടെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോലും മറ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി നിസ്കരിക്കുമ്പോൾ മുന്നിൽ മറ വെച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വിഷയത്തിൽ വന്നത് കാണാം. സല്ലി ലാ തുസല്ലി ഇല്ല ഇലാ സുത്ര, നിങ്ങൾ ഒരു സുത്രയിലേക്ക് തിരിഞ്ഞല്ലാതെ നിസ്കരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് കാണാം. കാരണം നമ്മുടെ മുന്നിൽ സുത്രക്ക് ഇടയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലൂടെ കടന്നു പോവുക, ആരെങ്കിലും കടന്നു പോവുക എന്നത് അത് നമ്മുടെ നിസ്കാരത്തെ ബാധിക്കുന്ന കാര്യമാണ്. അത് മനുഷ്യർ മാത്രമായിരിക്കുകയില്ല, മറിച്ച് പിശാചുക്കളും നിസ്കാരം മുറിച്ച് കളയാൻ വേണ്ടി വരും. നിസ്കാരം മുറിച്ച് കളയാൻ പിശാച് പരിശ്രമിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. രാത്രി ഞാൻ നിസ്കരിക്കുമ്പോൾ ഒരു പിശാച് എൻ്റെ നേരെ വന്നു. എന്തിനു വേണ്ടി? എൻ്റെ നിസ്കാരം മുറിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, നിസ്കാരം മുറിക്കാൻ വേണ്ടി വന്നു. അതവൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അവൻ്റെ കഴുത്തിന് പിടിച്ചു. അവനൊരു തീജ്വാലയുമായി എൻ്റെ നേരെ വന്നു. എത്രത്തോളം കഴുത്തിന് പിടിച്ചപ്പോൾ അവൻ്റെ നാവിൻ്റെ നനവ് എൻ്റെ കയ്യിൽ തട്ടി. ഞാൻ അവൻ്റെ കഴുത്തിന് പിടിച്ചു. ഈ മസ്ജിദിൻ്റെ തൂണിൽ ഞാൻ അവനെ കെട്ടിയിടുമായിരുന്നു. യലഅബു ബിഹി ഗിൽമാനു അഹ്ലിൽ മദീന, രാവിലെ ആയാൽ മദീനത്തെ കുട്ടികൾക്ക് കളിക്കാൻ ഞാൻ അവൻ ഇട്ട് കൊടുക്കുമായിരുന്നു. പക്ഷേ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ദുആ ഞാൻ ഓർത്തു. എൻ്റെ സഹോദരൻ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ദുആ, അള്ളാഹുവേ എനിക്ക് ശേഷം ഒരാൾക്കും ലഭിക്കാത്ത അധികാരം നീ എനിക്ക് നൽകണമേ എന്ന ദുആ സുലൈമാൻ അലൈഹിസ്സലാം നടത്തിയിട്ടുണ്ട്. സുലൈമാൻ നബിക്ക് അള്ളാഹു പിശാചുക്കളെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. യഅമലൂന ലഹു മാ യശാഉ മിൻ മഹാരീബ വതമാസീല വജിഫാനിൻ കൽജവാബി വഖുദൂരി റാസിയാത്ത് യഅമലു ആല ദാവൂദ ശുക്ര വഖലീലുൻ മിൻ ഇബാദിയ ശകൂർ. ദാവൂദ് കുടുംബത്തിന് വേണ്ടി, സുലൈമാൻ അലൈഹിസ്സലാമിന് വേണ്ടി അവർ പല പല നിർമ്മിതികൾ നിർമ്മിച്ചു കൊടുത്തിരുന്നു. വലിയ വലിയ പാത്രങ്ങൾ, വലിയ വലിയ കൊത്തുപണികൾ, ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തിരുന്നു. അതുപോലെ മുങ്ങിയെടുത്ത് പലതും, കടലിനുള്ളിലുള്ള പലതും മുങ്ങിയെടുത്ത്, അമൂല്യമായ പലതും കടലിനുള്ളിലുണ്ട്, അമൂല്യമായ മുത്തുകളും മറ്റും, ഇതെല്ലാം മുങ്ങിയെടുത്ത് കൊടുക്കുമായിരുന്നു. കെട്ടിടങ്ങൾ നിർമ്മിച്ചു കൊടുക്കുമായിരുന്നു. ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല സുലൈമാൻ അലൈഹിസ്സലാമിന് പിശാചുക്കളെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. സുലൈമാൻ നബിയാകട്ടെ എനിക്ക് ശേഷം ആർക്കും ലഭിക്കാത്ത മുൽക്ക് എനിക്ക് നൽകണേ എന്നാണ് ദുആ ചെയ്തത്. അത് ഞാൻ ഓർത്തു, അങ്ങനെ ഞാൻ അവനെ വിട്ടുകളഞ്ഞു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പോൾ പിശാച് നിസ്കാരം മുറിക്കാൻ വരും. അതുപോലെ മുന്നിലൂടെ ആളുകൾ കടന്നു പോകുമ്പോൾ അത് നമ്മുടെ നിസ്കാരത്തെ ബാധിക്കും, നമ്മുടെ നിസ്കാരത്തിൻ്റെ പ്രതിഫലം കുറയുമെന്നാണ്. മാത്രമല്ല ചില ജന്തുക്കളെയും മറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുണ്ട്, നിസ്കാരം മുറിച്ചു കളയും എന്ന് തന്നെ. ധാരാളം പണ്ഡിതന്മാർ നിസ്കാരം പറ്റേ ബാത്തിലാകും എന്ന് വരെ പറഞ്ഞത് കാണാം, മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോയാൽ. അതുകൊണ്ടാണ് മുന്നിലൂടെ ഒരാൾ നിസ്കരിക്കുമ്പോൾ അയാളുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് ഗുരുതരമായ തെറ്റാണ്. ഒരിക്കലും പാടില്ല, മറിച്ച് കാത്തു നിൽക്കുക. അതുപോലെ മുന്നിലൂടെ മറ്റുള്ളവർ പോകാതിരിക്കാൻ ഒരാൾ സൂത്ര സ്ഥാപിക്കണം. സൂത്ര വെച്ചാലാണ് അയാൾക്ക് തടയാൻ അവകാശമുണ്ടാവുക എന്നാണ്. ഒരു മറ നിസ്കരിക്കുന്നവൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ മറ സ്വീകരിച്ചതിന് ശേഷം അയാൾക്കും ആ മറക്കും ഇടയിലൂടെ ഒരാളെയും കടന്നു പോകാൻ അനുവദിക്കാൻ പാടില്ല.
അതിലപ്പുറത്തുകൂടെ കടന്നുപോയാൽ കുഴപ്പമില്ല. ഇതാണ് സൂത്ര. ആ സൂത്രയോട് നമ്മൾ അടുത്ത് നിൽക്കണം എന്നാണ്. ആ സൂത്രയോട് അടുത്ത് നിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂത്രയിലേക്ക് നിസ്കരിക്കുന്ന ഒരാളെ പിടിച്ച് അടുപ്പിച്ചത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂത്രയിലേക്ക് നിസ്കരിക്കുന്ന ഒരാളെ പിടിച്ച് അടുപ്പിച്ച് നിർത്തിയത് ഹദീസുകളിൽ കാണാം. സുത്ര എന്നാൽ മറ എന്നാണ് അതിനർത്ഥം. സത്തറ എന്നാൽ മറക്കുക. സിതാർ, മറക്കുന്ന വിരിക്ക് എന്തു പറയും? സിതാർ. സൂത്ര എന്നാൽ നിസ്കരിക്കുമ്പോൾ മുന്നിൽ ഉണ്ടാകേണ്ട മറയാണ്. അതിനോട് അടുത്ത് നിൽക്കണം. എത്ര അടുത്ത് നിൽക്കണം? ഇത് ശേഷമുള്ള ഹദീസുകളിൽ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്താൽ അവിടുത്തെ ശിരസും സൂത്രയും തമ്മിൽ ഒരാടിന് കടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. ഒരാടിന് കടന്നു പോകേണ്ട ദൂരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്താൽ നബിയുടെ ശിരസും സൂത്രയും തമ്മിൽ ഒരാടിന് കടന്നു പോകാൻ മാത്രമുള്ള അകലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സൂത്രക്ക് അടുത്ത് നിൽക്കണം. അതിനിടയിലൂടെ ആരെയും കടന്നു പോകാൻ അനുവദിക്കരുത്. എന്താണ് ഇതിൻ്റെ ഹുക്കും? സൂത്രയുടെ ഹുക്കും എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന വന്നതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് എപ്പോഴും നിസ്കരിച്ചത്. മാത്രമല്ല സഹാബത്ത് വളരെ കുറഞ്ഞ സമയമുള്ള സമയത്ത് വരെ സൂത്ര സ്വീകരിക്കുമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകൾ കാണാം. മഗ്രിബിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുകൾ, 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സല്ലു ഖബ്ലൽ മഗ്രിബ്, സല്ലു ഖബ്ലൽ മഗ്രിബ്. മഗ്രിബിന് മുമ്പ് നിങ്ങൾ നിസ്കരിച്ചുകൊള്ളുക ഉദ്ദേശിക്കുന്നവർ, നിർബന്ധമല്ല. പക്ഷേ മഗ്രിബിൻ്റെ ബാങ്കിനും ഇഖാമത്തിനും ഇടയിൽ 2 റക്അത്ത് സുന്നത്തുണ്ട്. എല്ലാ അദാനിനും ഇഖാമത്തിനും ഇടയിൽ 2 റക്അത്തുണ്ട്. അതുപോലെ മഗ്രിബിനും ഉണ്ട്. സഹാബത്ത് റളിയല്ലാഹു അൻഹു ആ 2 റക്അത്ത് നിസ്കരിക്കാൻ തൂണുകൾക്ക് നേരെ, മസ്ജിദിലെ തൂണുകൾക്ക് നേരെ ചെല്ലുമായിരുന്നു എന്ന ഹദീസുകളിൽ കാണാം. എന്തിനാണ് തൂണുകൾക്ക് നേരെ ചെല്ലുക? ആ കുറച്ച് സമയം മാത്രമല്ല ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് വരെ ആ സൂത്ര സ്വീകരിക്കാനാണ് സഹാബത്ത് ശ്രദ്ധിച്ചിരുന്നത്. അതുകൊണ്ട് ഇത് വാജിബാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ അതിലെ ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന വന്നിരിക്കുന്നു, അതുപോലെ നബി പൊതുവെ അങ്ങനെ ചെയ്തിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ശരിയാണത് മുസ്തഹബാണ്, അത് ഇസ്തിഹ്ബാബിൻ്റെ കൽപ്പനയാണ്. അഥവാ അത് ഒരാൾ ചെയ്തില്ലെങ്കിൽ കുറ്റമില്ല എന്നഭിപ്രായപ്പെട്ട ധാരാളം പണ്ഡിതന്മാരുണ്ട്. കാരണം അതിന് അവർ പറഞ്ഞിട്ടുള്ള തെളിവ് ബുഖാരിയുടെ സഹീഹിൽ വന്നിട്ടുള്ള ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ പുറത്തായിരുന്നു നബി നിസ്കരിച്ചിരുന്നത്. മസ്ജിദിൻ്റെ പുറത്ത് നിസ്കരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇലാ ഗൈരി ജിദാർ, ഒരു ചുമരൊന്നുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു എന്നൊരു ഹദീസ് കാണാം. ഒരു ചുമരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന ഹദീസ് കാണാം. അപ്പോൾ ആ ഫിഅലിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരാൾ സ്വീകരിച്ചില്ല എങ്കിൽ കുറ്റകരമാവുകയില്ല, അയാളുടെ നിസ്കാരം ബാത്തിലായി പോവുകയില്ല. ശരിയാണ്, വാജിബാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഒരാൾ സുത്രയില്ലാ നിസ്കാരം നിസ്കരിച്ചാൽ അവൻ മടക്കി നിസ്കരിക്കണം, ഒതുവില്ലാതെ നിസ്കരിച്ചതുപോലെ ഒരാൾ മടക്കി നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ വാജിബാണ്, നിർബന്ധമാണ്, ഒഴിവാക്കിയാൽ കുറ്റമുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞ സഹീഹ് ബുഖാരിയിലെ ഈ സംഭവം പോലെയുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമല്ല എന്ന് പറഞ്ഞവരുണ്ട്. ശരിയാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റു പല പണ്ഡിതന്മാരും പറഞ്ഞു അത് പുറത്തായതുകൊണ്ടാണ്. പുറത്ത് അങ്ങനെ ഇല്ല എങ്കിൽ സുത്ര സ്വീകരിക്കാൻ സാധിക്കില്ല എങ്കിൽ ഒരാൾക്ക് ഇളവുണ്ട്. അതുപോലെ മതിലില്ല എന്നേ പറഞ്ഞുള്ളൂ, ഒരു മറയും വെച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇങ്ങനെയെല്ലാം അതിനെ വ്യാഖ്യാനിച്ചവരുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഹുക്കും അത് വാജിബാകട്ടെ മുസ്തഹബാകട്ടെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഫിഖ്ഹിയായ അഹ്കാമുകൾക്ക് പിന്നിൽ അവിടെ കെട്ടിക്കുടുങ്ങി തൻ്റെ അമൽ ഉപേക്ഷിക്കേണ്ടവനല്ല മുഅ്മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകിച്ച് ഇതുപോലെ കൽപ്പന വന്നിട്ടുള്ള, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, അവിടുന്ന് പൊതുവേ ചെയ്തിട്ടുള്ള, ഒരു പ്രയാസവുമില്ലാത്ത, മാത്രമല്ല അത് ചെയ്തില്ല എങ്കിൽ സംഭവിക്കുമെന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ അത് ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ഇങ്ങനെയൊക്കെ കേട്ടാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചർച്ചകൾക്ക് പിന്നാലെ അല്ല പോവുക. ആ ചർച്ചകൾ നമ്മൾ പഠിക്കുന്ന ഒരു ഇൽമിയായ ഫായിദ, ഒരു വൈജ്ഞാനികമായ ഒരു ഉപകാരപ്രദമായ ഒരു കാര്യം എന്ന നിലക്ക് മാത്രമാണ്. അത് ഇൽമിയായ ഒരു അമാനത്ത് എന്ന നിലക്ക് ആ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. അതല്ലാതെ എന്തല്ല അതിൻ്റെ അർത്ഥം, അതിനെ നിസാരവൽക്കരിക്കുക എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തു എന്ന് കേട്ടാൽ, പ്രത്യേകിച്ച് ഇതുപോലെ ചെയ്യാൻ ഒരു പ്രയാസവുമില്ലാത്ത കാര്യങ്ങൾ
അത് പാലിക്കുക എന്നതാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. അത് പാലിക്കുക എന്നതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. അത് എത്ര ആളുകൾ അത് ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിലും, ആളുകളൊക്കെ അത് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിലും, ആളുകളൊക്കെ പല വലിയ മസ്ജിദുകളിൽ വന്നാൽ കാണാം വലിയ വിടവ് മുന്നിൽ വെച്ച് ആളുകൾ നമസ്കരിക്കുന്നത്. ഒരുപാട് ആളുകൾക്ക് ആ വിഷയം അറിയില്ല. പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാലത്ത് ഇതുപോലുള്ള സുന്നത്ത് പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ആളുകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകൾ മറന്നുപോയ, അവർ വിസ്മൃതിയിലായ സുന്നത്തുകൾ പുനർജീവിപ്പിക്കുക, അത് ആളുകൾക്കിടയിൽ വീണ്ടും ഹയാത്താക്കുക എന്നത് ശ്രേഷ്ഠമായ കാര്യമാണ്. അത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. ഇനി നോക്കൂ, അടുത്ത ഹദീസ്. ഔൻ ഇബ്നു അബി ജുഹൈഫ റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ പിതാവായ അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയിൽ നിന്ന് ഉദ്ധരിക്കുക. അബൂ ജുഹൈഫ, അദ്ദേഹത്തിൻ്റെ പേര് വഹബ് ഇബ്നു അബ്ദില്ലാഹ് സുവായി എന്നാണ്. അബൂ ജുഹൈഫ എന്ന കുനിയത്തിലാണ് ഈ സഹാബി അറിയപ്പെട്ടത്. വഹബ് ഇബ്നു അബ്ദില്ലാഹ് സുവായി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയുണ്ടായി. നബിയുടെ ഹജ്ജത്തുൽ വദാഇൻ്റെ സമയത്തായിരുന്നു ഈ കാഴ്ച എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖുബ്ബത്തിൻ ഹംറാ മിൻ അദമിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. ഫീ ഖുബ്ബത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ടെൻറ്റിലായിരുന്നു. ചുവന്ന നിറത്തിലുള്ള ഒരു ടെൻറ്റ്, അത് തോലുകൊണ്ട് നിർമ്മിച്ചതായിരുന്നു. വറഅയ്തു ബിലാലൻ അഖ്റജ വദൂഅൻ. അബൂ ജുഹൈഫ പറയുന്നു, ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വദൂ കൊണ്ടുകൊടുത്തു. എന്താണ് വദൂ? വുദൂ ചെയ്യാനുള്ള വെള്ളം, അതിനാണ് വദൂ എന്ന് പറയുക. ഏതുപോലെ അത്താഴം, അത്താഴം കഴിക്കുക എന്ന പ്രവൃത്തിയെ സുഹൂർ എന്ന് പറയും. പക്ഷേ ആ ഭക്ഷണത്തെ സഹൂർ എന്ന് പറയും. സഹൂർ. അതുപോലെ വുദൂ എന്നാൽ എന്താണ്? ആ പ്രവൃത്തിയാണ്. എന്നാൽ വദൂ, വാവിന് ഫത്ഹ് കൊടുത്തു പറഞ്ഞാൽ അത് ആ വുദൂഇന് ഉപയോഗിക്കുന്ന വെള്ളം, അതിനാണ് വദൂ എന്ന് പറയുക. സഹൂർ, അതുപോലെ സുഹൂർ. സുഹൂർ അത്താഴം കഴിക്കുക, ആ പ്രവർത്തിക്കാണ്. എന്നാൽ സഹൂർ എന്നാൽ അത്താഴം, ആ ഭക്ഷണമാണ്. തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കുക. ഫഇന്ന ഫി സഹൂരി ബറക, അത്താഴത്തിൽ, ആ ഭക്ഷണത്തിൽ എന്തുണ്ട്? ബറക്കത്തുണ്ട്. അതിൽ ബറക്കത്തുണ്ട്, അഥവാ നോമ്പിന് കഴിക്കുന്ന അത്താഴത്തിൽ. അതുപോലെ സുഊത്ത്, മൂക്കിലിറ്റിക്കുന്ന പ്രവർത്തിക്ക് സുഊത്ത് എന്ന് പറയും. സഊത്ത് എന്നാൽ ഒരാൾ മൂക്കിലിറ്റിക്കുന്ന കാര്യത്തിനാണ്, ആ ദ്രാവകത്തിനും മറ്റുമാണ് സഊത്ത് എന്ന് പറയുക. ബിലാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുദൂ എടുക്കാൻ വേണ്ടി വെള്ളം കൊണ്ടു കൊടുക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഈ സഹാബി അബൂ ജുഹൈഫ വഹബ് ഇബ്നു അബ്ദില്ലാഹി സുവായി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഫറഅയ്തു الناس يبتدرون ذلك الوضوء فمن أصاب منه شيئا تمسح به ومن لم يصب منه أخذ من بلل يد صاحبه. സുബ്ഹാനല്ലാഹ്. സഹാബി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹജ്ജത്തുൽ വദാഇനിടയിൽ വുദൂ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ചെയ്ത വെള്ളം സ്വീകരിക്കാൻ ആളുകൾ മത്സരിക്കുന്നത് ഞാൻ കണ്ടു. ഫമൻ അസാബ മിൻഹു ശൈഅൻ, അങ്ങനെ അതിൽ നിന്ന് ഒരല്പം ആർക്കെങ്കിലും കിട്ടിയാൽ തമസ്സഹ ബിഹ്, തൻ്റെ ശരീരത്തിൽ ആ വെള്ളം അദ്ദേഹം ആ കിട്ടിയ ആൾ പുരട്ടും. വമൻ ലം യുസിബ് മിൻഹു, ഇനി കിട്ടാത്ത ആൾ എന്ത് ചെയ്യും? അഖദ മിൻ ബലലി യദി സാഹിബ്, കിട്ടിയ ആളുടെ കയ്യിൻ്റെ നനവിൽ നിന്ന് അതെടുത്ത് ശരീരത്തിൽ പുരട്ടുമായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഥറുകളിൽ നിന്ന് തബറുക്ക് നടത്തുക എന്ന സഹാബത്തിൻ്റെ ഒരു രീതിയായിരുന്നു ഇത്. അതാണ് ഈ ഹദീസിൽ നമ്മൾ പഠിച്ചത്, ഇപ്പോൾ നമ്മൾ വായിച്ചത്. തബറുക്ക് അഥവാ ബറക്കത്തെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഥറുകൾക്ക്, നബിയുടെ ആഥാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരും നബിയുടെ വിയർപ്പും നബിയുടെ ശരീരം സ്പർശിച്ച വെള്ളവുമെല്ലാം ബറക്കത്തുള്ളതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുബാറക്കാണ്. അതുകൊണ്ട് നബിയുടെ ഈ ആഥാറിൽ നിന്ന് ബറക്കത്തെടുക്കുക അത് സഹാബത്തിൻ്റെ രീതിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിക്കുകയും അത് അവരോട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയെടുത്തപ്പോൾ അവിടുന്ന് അത് വിതരണം ചെയ്യാൻ സഹാബത്തിനോട് എക്സിം ഹുബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അത് ആളുകൾ എടുത്തിരുന്നു. സഹാബത്ത് അതിൽ നിന്ന് ബറക്കത്ത് എടുത്തിരുന്നു. തബറുക്ക് അള്ളാഹുവിൻ്റെ ദീനിൽ ഉള്ള കാര്യമാണ്. തബറുക്ക് എന്താണ്? തബറുക്ക് എന്നാൽ ബറക്കത്ത് സ്വീകരിക്കുക. പക്ഷേ അതിന് ഇസ്ലാമിൽ നിബന്ധനകളുണ്ട്.
നിങ്ങൾ മനസ്സിലാക്കുക, തബറുക്കിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ ഷിർക്കിലാക്കപ്പെട്ടിട്ടുണ്ട് പലരും തബറുക്കിൻ്റെ പേരിൽ, ബറക്കത്തെടുക്കുക എന്ന പേരിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തബറുക്കിനെ ഒന്നാകെ നിഷേധിക്കുകയാണോ വേണ്ടത്? അല്ല. അങ്ങനെയാണെങ്കിൽ ഖബർ സിയാറത്ത് നമ്മൾ നിഷേധിക്കണമായിരുന്നു. കാരണം ഖബർ ആളുകൾ സിയാറത്ത് ചെയ്തിട്ട് ഒരുപാട് പേർ അതിലൂടെ ഷിർക്കിലാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഖബർ സിയാറത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തായ വലിയ പ്രയോജനമുള്ള കാര്യമാണ് ഖബറുകൾ സിയാറത്ത് ചെയ്യുക എന്നത്. അത് ഇബാദത്ത് നടക്കുന്ന, ഉറൂസ് നടക്കുന്ന ജാറങ്ങളല്ല, ദർഗകളല്ല, മറിച്ച് മുസ്ലിമീങ്ങളുടെ പൊതു ഖബർസ്ഥാൻ സന്ദർശിക്കുക സുന്നത്താണ്. അതിൻ്റെ പേരിൽ ആളുകൾ ശിർക്കിലെത്തി എന്നതുകൊണ്ട് അത് നമ്മളില്ല എന്ന് പറയുകയില്ല. മന്ത്രം, റുഖ്യ, മന്ത്രിക്കുക, ജനങ്ങളിൽ പലരും ശിർക്കിലകപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പേരിൽ ആളുകൾ വഴിതെറ്റിപ്പോകും. അതുകൊണ്ട് ഇസ്ലാമിൽ റുഖ്യ, മന്ത്രം തന്നെ ഇല്ല എന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? അല്ല. ഉള്ള മന്ത്രം നമ്മൾ ആളുകളെ പഠിപ്പിക്കുക. പക്ഷേ അവരെ അള്ളാഹുൽ അവരുടെ ഹൃദയം അവലംബിക്കാനാണ് പഠിപ്പിക്കേണ്ടത്, അല്ലാതെ ആളുകളിൽ ഹൃദയം ബന്ധിപ്പിക്കാനല്ല. റുഖ്യ ചെയ്യുന്ന റാഖിമാരിൽ ആളുകളെ കെട്ടിയിടാനല്ല, മറിച്ച് അള്ളാഹുമായി ഹൃദയം ബന്ധിപ്പിക്കുക. നീ സ്വയം മന്ത്രിക്കുക. വളരെ എളുപ്പമാണ് മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ. സൂറത്തുൽ ഫാത്തിഹ അവസാനത്തെ 3 സൂറത്തുകൾ, സൂറത്തുൽ ബഖറ, ഇതൊക്കെ ഓതി കയ്യിലൂതി ശരീരത്തിൽ തടവുക വളരെ എളുപ്പമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളതാണ്, സഹാബത്ത് ചെയ്തിട്ടുള്ളതാണ്. എന്നതുപോലെ ആളുകൾ ഒരു വിഷയത്തിൽ തെറ്റി എന്നതുകൊണ്ട് അതിനെ നിഷേധിച്ചുകൂടാ. നിങ്ങളറിയുമോ, തബറുക്കിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. ഹദീസ് നിഷേധികൾ നമ്മുടെ നാട്ടിൽ തബറുക്കിനെ നിഷേധിക്കുന്നവരാണ്. അവർ തബറുക്കിൻ്റെ ഹദീസുകളൊക്കെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് അതൊക്കെ സ്നേഹത്തിൽ കൊണ്ടുപോയി കെട്ടും. മനസ്സിലായില്ലേ? അവർ ചോദിക്കും, ഒരു കുട്ടിയുടെ ഉമിനീര് നമ്മുടെ ശരീരത്തിലായ, കുട്ടിയുടെ ഉപനീര് നമ്മുടെ ശരീരത്തിലായ നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും? ഇല്ല, അതുപോലെ മാത്രമാണ്. അല്ല, അതുപോലെ മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് പടപ്പുകളിൽ അവരേറ്റവും സ്നേഹിച്ച അല്ലാഹുവിൻ്റെ റസൂലിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയാണ്, സ്നേഹം അവിടെ ഉണ്ട്. പക്ഷെ സ്നേഹം മാത്രമാണോ? അത് അല്ല. അത് മാത്രമാക്കി ചുരുക്കി കിട്ടും ചില ആളുകൾ. അവരുടെ ഉമിനീര് നമ്മുടെ ശരീരത്തിൽ നമുക്ക് എന്തെങ്കിലും തോന്നുന്നില്ല. ആർക്കാണ് അറിയാത്തത്? അവനവൻ്റെ കുട്ടികളുടെ ഉമിനീരോ അല്ലെങ്കിൽ ഒരാൾക്ക് അയാളുടെ ഭാര്യയുടെ ഉമിനീരോ തിരിച്ചോ, ആളുകൾക്ക് വളരെ സ്നേഹമുള്ള ആളുകൾ തമ്മിൽ അതൊന്നും പ്രശ്നമുണ്ടാവുകയില്ല. നമ്മുടെ കുട്ടികളുടെ വിയർപ്പ്, ചെറിയ മക്കളുടെ വിയർപ്പ് ഒരാൾക്ക് ഏറ്റവും നല്ല സുഗന്ധമായിട്ടാണ് അത് ചിലപ്പോൾ അനുഭവപ്പെടുക. അവൻ്റെ ചെറിയ മക്കളുടെ അവരുടെ ഗന്ധം അത് ഏറ്റവും നല്ല സുഗന്ധമായിട്ടാണ് ആളുകൾക്ക് അനുഭവപ്പെടുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കൾ ഹസൻ, ഹുസൈൻ, സഹാബിമാരെ കുറിച്ച് പറയപ്പെട്ടത് കാണാം. റൈഹാനത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൈഹാനത്താണ്. എന്താണ് റൈഹാന? അത് സുഗന്ധമുള്ള ഒരു ചെടിയാണ് റൈഹാന. അതുപോലെ കുട്ടിയെ ചുംബിക്കുന്നതിനെക്കുറിച്ച് ഹദീസുകൾ കാണാം. ഖബ്ബലഹു വശമ്മഹു. ഖബ്ബല എന്നാൽ ചുംബിച്ചു എന്നാണ്. ഷമ്മ എന്ന് പറഞ്ഞാൽ എന്താ? വാസനിച്ചു എന്നാണ്. മുത്തിമണക്കുക എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ, ആളുകൾ പുതിയ പറയുക. കാരണം ഇത് അത്രയും സ്നേഹമുള്ള കുട്ടിയാണ്. അപ്പോൾ അത് മറ്റെന്തിനേക്കാൾ നല്ല സുഗന്ധമായ ഒരാൾക്ക് തൻ്റെ കുട്ടിയുടെ ഗന്ധം തോന്നും. അതുകൊണ്ടാണ് പണ്ട് അറാബിയായ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ ഊഞ്ഞാലാട്ടുമ്പോൾ അവളൊരു കവിത ചൊല്ലിയെന്നാണ്. യഹബ്ബദ റീഹുൽ വലദ് റീഹുൽ ഖുസാമ ഫിൽ ബലദ് അഹാകദ കുല്ലുൽ വലദ് അം ലം യലിദ് ഖബ്ലി അഹദ്. യഹബ്ബദ റീഹുൽ വലദ്, കുട്ടിയുടെ സുഗന്ധം എത്ര നല്ല സുഗന്ധമാണ്. റീഹുൽ ഖുസാമ ഫിൽ ബലദ്, ഈ നാട്ടിലെ ഖുസാമയുടെ സുഗന്ധം. ഖുസാമ എന്നാൽ ലാവൻഡർ, ആ നല്ല സുഗന്ധമുള്ള ചെടിയാണ്, അതിൻ്റെ സുഗന്ധമാണ്. റീഹുൽ ഖുസാമ ഫിൽ ബലദ് അഹാകദ കുല്ലുൽ വലദ്, എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയാണോ? അം ലം യലിദ് ഖബ്ലി അഹദ്, അതല്ല എനിക്ക് മുന്നേ ആരും പ്രസവിച്ചിട്ടില്ലേ എന്ന് അറാബിയ ഒരു സ്ത്രീ പണ്ട് കുഞ്ഞിനെ ഊഞ്ഞാലാട്ടുമ്പോൾ ചൊല്ലിയെന്നാണ്. ഇതുപോലെയാണ് ആളുകൾക്ക് ഗന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസറുകളിൽ നിന്ന് ബറക്കത്തെടുക്കുക എന്നതിൽ ഈ സ്നേഹം മാത്രമല്ല, സ്നേഹമുണ്ട്, സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഒരു മുഅ്മിൻ തൻ്റെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ഇണയേക്കാൾ, സ്വന്തത്തെക്കാൾ സ്നേഹിക്കേണ്ടത്. പക്ഷെ അത് മാത്രമല്ല തബറുക്ക്, മറിച്ച് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസറുകളിൽ അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് തബറുക്ക് എടുക്കുന്നത്. തബറുക്ക് ഒരു കാര്യത്തിൽ നിന്ന് ബറക്കത്ത് എടുക്കണോ, 3 നിബന്ധനകൾ മനസ്സിലാക്കുക. 3 നിബന്ധനകൾ എന്താണത്? ഒന്ന്, അതിൽ ബറക്കത്ത് ഉണ്ടായിരിക്കണം, ബറക്കത്തുണ്ട് എന്ന് തെളിവ് വേണം.
ഖുർആനിൻ്റെ തെളിവ് അല്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ തെളിവ് വേണം, എങ്കിലേ ബറക്കത്തെടുക്കാൻ പാടും. 2, ബറക്കത്ത് അള്ളാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചതാണെന്ന് വിശ്വസിക്കണം. അള്ളാഹു ആണതിൽ ബറക്കത്ത് നൽകിയതെന്ന് വിശ്വസിക്കണം. അതല്ലാതെ അതിൽ സ്വയം ഉണ്ടായതല്ല, അള്ളാഹു നൽകിയ ബറക്കത്താണ്. 3-ാമത്തെ കാര്യം, എങ്ങനെ ബറക്കത്തെടുക്കണം അതും തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. മസാജിദ്, അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ ബറക്കത്തുള്ള ഇടങ്ങളാണ്. അള്ളാഹുവാണ് അതിൽ ബറക്കത്ത് നൽകിയത്. എങ്ങനെയാണ് മസ്ജിദിൽ ബറക്കത്ത് എടുക്കേണ്ടത്? മസ്ജിദിൽ കിടന്നുരുണ്ടിട്ടാണോ? മസ്ജിദിൽ ചുമരുകൾ തൊട്ട് തടവിയിട്ടാണോ? അല്ല. മസ്ജിദിൽ ബറക്കത്ത് ആ മസ്ജിദിൽ നീ ഖുർആൻ പാരായണം ചെയ്യുക, മസ്ജിദിൽ നിസ്കരിക്കുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, അവിടെ ദീൻ പഠിപ്പിക്കുക, ഇതൊക്കെ മസ്ജിദിൽ ബറക്കത്തുകളാണ്. എന്നതുപോലെ ഓരോന്നിനും അതിൽ നിന്ന് ബറക്കത്തെടുക്കേണ്ട രീതിയുണ്ട്. ഇപ്പോൾ നോക്കൂ, മരങ്ങളിൽ ബറക്കത്ത് കാണുന്നവർ, കല്ലുകളിൽ ബറക്കത്ത് കാണുന്നവർ, അതുപോലെ ചില പ്രത്യേക വലിയകളിൽ അവരുടെ ശരീരങ്ങളിൽ ബറക്കത്ത് കാണുന്നവർ, അവരുടെ ഉമിനീരിൽ ബറക്കത്ത് കാണുന്നവർ ഇല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ ഒരാളുടെ വിയർപ്പിലോ അതുപോലെ ഉമിനീരിലോ ഒരു അസറിലോ ബറക്കത്തുണ്ടെന്ന് വിശ്വസിക്കാനോ ബറക്കത്തെടുക്കാനോ പാടില്ല. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ബറക്കത്ത് സഹാബത്ത് സ്വീകരിച്ചു എന്നത് സാലിഹീങ്ങളിൽ നിന്ന് ഇതുപോലെ ബറക്കത്തെടുക്കാൻ തെളിവാണെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ അത് ശരിയല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് ശരീരത്തിൽ നിന്ന് ഇതുപോലെ നബിയുടെ മുടിയിലും അതുപോലെ വിയർപ്പിലുമൊക്കെ ബറക്കത്തുണ്ട് എന്നത്. അതുകൊണ്ടാണ് സഹാബത്തിനെല്ലാം അബൂബക്കർ സിദ്ദീഖിൻ്റെ ശ്രേഷ്ഠത അറിയാം, റളിയല്ലാഹു അൻഹു, ഉമറിൻ്റെ ശ്രേഷ്ഠത അറിയാം, ഉസ്മാൻ്റെ അലിയുടെയും ശ്രേഷ്ഠത അറിയാം. പക്ഷേ ബാക്കിയുള്ള സഹാബിമാരോ താബിഈങ്ങളോ അവരുടെ ശരീരത്തിൽ നിന്ന് ബറക്കത്തെടുക്കാൻ ചെന്നിട്ടില്ല. അവരുടെ മുടി മുറിക്കുമ്പോൾ അവർ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. മുടി തരൂ, ഞങ്ങൾക്ക് അത് ബറക്കത്തെടുക്കട്ടെ, വിയർപ്പ് കുപ്പിയിലാക്കി തരൂ, ബറക്കത്തെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. വുദു എടുക്കുമ്പോൾ ആ വെള്ളം ശേഖരിക്കാൻ ചെന്നിട്ടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം പ്രത്യേകതയാണ്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസറുകളിൽ നിന്ന് ഒന്നും തന്നെ നബിയുടേതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റിയ രൂപത്തിൽ ഇന്ന് ലോകത്ത് നിലവിലില്ല. മുടിയോ ചെരുപ്പോ വടിയോ വസ്ത്രമോ എന്താകട്ടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ് എന്ന് ഉറപ്പിച്ചു പറയാനുള്ള സനദോടെ ലോകത്ത് ഇന്ന് എവിടെയും അസറുകളില്ല. ലോകത്ത് ഇതുപോലുള്ള പല അസറുകളും ഉണ്ട് എന്ന് പറയുന്നത് തുർക്കിയിലാണ്. അവിടെയുള്ള ഒരു മ്യൂസിയത്തിൽ, ടോപ്പ് കാപ്പി എന്നോ മറ്റോ പേരുള്ള ഒരു മ്യൂസിയത്തിൽ സകലതുമുണ്ട് എന്ന് ആളുകൾക്കിടയിൽ വളരെ പ്രചാരം നേടിയിട്ടുണ്ട്. അതിടക്കിടക്ക് അത് പ്രദർശിപ്പിക്കുകയും അവിടുത്തെ ഭരണാധികാരികളും മറ്റും അതിൽ നിന്ന് ബറക്കത്തെടുക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. പക്ഷേ അതൊന്നും തന്നെ, അതാകട്ടെ ലോകത്ത് എവിടെയുള്ളതാകട്ടെ പലയിടങ്ങളിലും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. കശ്മീരിൽ ഒരു മസ്ജിദ് ഉണ്ടത്തെ, ബാൽ മസ്ജിദ് എന്നറിയപ്പെടും. ബാൽ എന്ന് പറഞ്ഞാൽ മുടിയാണല്ലോ, അങ്ങനെ അറിയപ്പെടുന്ന മസ്ജിദ് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. വേറെ പല സ്ഥലത്തും ഇങ്ങനെ അറിയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പല മുസ്ലിയാക്കന്മാരും ഇതിൻ്റെ പേരിൽ ജനങ്ങളെ പറ്റിക്കാനും ചൂഷണം ചെയ്യാനും ഇറങ്ങിയ കഥ ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരാകട്ടെ എവിടെ ഉള്ളതാകട്ടെ അതൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധ്യമല്ല, അതിനുള്ള തെളിവില്ല. നബിയുടെ അസറുകളിൽ നമ്മൾ ഇന്ന് പിൻപറ്റേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയാണ്. അതിനാണ് എല്ലാ ബറക്കത്തുമുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ ഏറ്റവും മഹത്തരമായ ആധാർ എന്താണ്? നബിയുടെ സുന്നത്താണ്. അത് നീ പിൻപറ്റിക്കോളൂ, എല്ലാ ബറക്കത്തും അള്ളാഹു റബ്ബുൽ ആലമീൻ നിനക്ക് നൽകും. അതല്ലാതെ ഈ രൂപത്തിലുള്ള ആധാറുകളുടെ പിന്നാലെ പോയി അതിലൂടെ ബറക്കത്ത് നോക്കൂ. നിങ്ങൾ ഇങ്ങനെയുള്ള സൂത്രപ്പണികൾ, പൊടിക്കൈകൾ ഒറ്റയടിക്ക് രക്ഷപ്പെടാനുള്ള വഴി നോക്കുക. പൊതുവേ മര്യാദക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ തയ്യാറില്ലാത്ത ആളുകളായിരിക്കും, അല്ലേ? ചില ആളുകളെ സംസാരം കേട്ടാൽ അവൻ്റെ ദുനിയാവിലാകെ ലക്ഷ്യം ഒന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണുക എന്നത് പോലെ തോന്നും. അതിനുവേണ്ടിയുള്ള ദിക്ർ പഠിപ്പിക്കുക, അതിനുവേണ്ടി ഇന്നത് ചെയ്യുക, അതിനുവേണ്ടി ഇന്നത് ചെയ്യുക. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ടവരില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട് എന്നാൽ നബിയിൽ വിശ്വസിക്കാത്തവരുണ്ടായിട്ടില്ലേ? സുബ്ഹാന, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തെ പ്രാധാന്യം നൽകുക എന്നത് ശരിയല്ല. അതിൻ്റെ അപ്പുറത്തെ പ്രാധാന്യം നൽകരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട സഹാബിമാർക്കാണ് ശ്രേഷ്ഠതയുള്ളത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ട് നബിയെ അവിശ്വസിച്ചവർ അവർ നരകത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അവരെക്കാൾ നല്ലവരാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലും കാണാതെ നബിയിൽ വിശ്വസിച്ചവരാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നീ പിൻപറ്റുക, നബിയെ പിൻപറ്റുക എന്നതാണ് ഏറ്റവും വലുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തെങ്കിലും അസറുകൾ, മുടിയോ അതുപോലുള്ളതോ നിനക്ക് കയ്യിൽ കിട്ടുക എന്നതിനേക്കാളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ ദീൻ അത് പഠിക്കാനും അത് പിൻപറ്റാനുമാണ്. അതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അതാണ് അഹ്ലുസുന്നത്തിൻ്റെ ശരിയായ വഴിയിലുള്ളവരുടെ അടയാളം. അല്ലാത്തവരുടെ പൊതുരീതി എപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും. ഏത് നാട്ടിൽ ചെന്നാലും ഒരു നാട്ടിൻ്റെ ചരിത്രം ഒരുത്തൻ എഴുതാൻ നിന്നാൽ ഉള്ളിൽ ഈ രൂപത്തിലുള്ള ഖുറാഫത്തുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടോ, അവിടെ എത്ര ഖബറുണ്ട് ഇതായിരിക്കും ആദ്യം എണ്ണുക, അവിടെ എത്ര പള്ളിയുണ്ട്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള മസ്ജിദുണ്ട് എന്ന് എണ്ണുന്നതിനേക്കാൾ ഇന്ന മഹാന്മാരുടെ അവരൊക്കെ അന്തിയുറങ്ങുന്ന സ്ഥലമാണിത്, ഇതായിരിക്കും എപ്പോഴും. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ നോക്കൂ നിങ്ങൾ. ഇസ്ലാമിൽ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം അത് ശ്രദ്ധിക്കുക. അതുപോലെ എവിടെ ആളുകൾ വഴിതെറ്റിപ്പോകുന്നു അതും ശ്രദ്ധിക്കുക. തബറുക്ക് ഒരുപാട് ആളുകൾ വഴിതെറ്റിപ്പോയ കാര്യമാണ്. അഹ്ലുസുന്നത്ത് വിശ്വസിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസറുകൾക്ക് ബറക്കത്തുണ്ട്. സഹാബത്ത് അത് സ്വീകരിച്ചിരുന്നു. നബിയുടെ വിയർപ്പെടുത്തു വെച്ച സഹാബി വനിതകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് സുഗന്ധമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിന് സുഗന്ധമായിരുന്നു. നബിയുടെ ഗന്ധം പോലെ ഒരു സുഗന്ധവും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് സഹാബത്ത് പറഞ്ഞത് കാണാം. നബിയുടെ കയ്യിനേക്കാൾ മൃദുലമായ ഒരു പട്ടും ഞാൻ സ്പർശിച്ചിട്ടില്ല, തൊട്ടിട്ടില്ല എന്ന് സഹാബത്ത് പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദീൻ എത്ര മനോഹരമാണോ അതുപോലെ നബിയെ കാണാൻ അങ്ങേയറ്റത്തെ മനോഹാരിതയായിരുന്നു. നബിയുടെ വാക്കുകൾ മനോഹരമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം മനോഹരമായിരുന്നു. നബിയുടെ എല്ലാം അതീവ ഭംഗിയുള്ളതായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കാര്യവും അങ്ങേയറ്റം മനോഹരമായിരുന്നു. അത് എല്ലാം ബറക്കത്തുള്ളതായിരുന്നു. അപ്പോൾ നോക്കൂ, സഹാബത്ത് അതിൽ നിന്ന് ബറക്കത്തെടുത്തിട്ടുണ്ട്. ബറക്കത്തുള്ളതിൽ നിന്ന് എങ്ങനെ ബറക്കത്തെടുക്കണോ അതുപോലെ ബറക്കത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണിത്. നബിയുടെ വുദൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ചെയ്തപ്പോൾ ആ വെള്ളം കിട്ടിയവർ ശരീരത്തിൽ പുരട്ടിയിരുന്നു. അതുപോലെ അത് കിട്ടാത്തവർ കിട്ടിയ തൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്ന് നനച്ചു ശരീരത്തിൽ പുരട്ടിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇതുപോലെ ദുആ ചെയ്ത പലരും, ചില കുട്ടികൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ പ്രായത്തിൽ ദുആ ചെയ്തത് കാണാം, ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥിക്കപ്പെട്ട ചിലരെ ചില സഹാബിമാർ കച്ചവടം ചെയ്യാൻ കൂടെ കൂട്ടുമായിരുന്നു. അവരെ കൂടെ കച്ചവടം ചെയ്യും. എന്തിനു വേണ്ടിയാണ്? അദ്ദേഹത്തിൻ്റെ കൂടെ കച്ചവടം ചെയ്താൽ ലാഭം ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില സഹാബിമാർ അവരെ കൂടെ എപ്പോഴും കച്ചവടത്തിന് കൂടിയിരുന്നതായി ഹദീസുകൾ കാണാം. നബി കൈവച്ച് പ്രാർത്ഥിച്ച ഒരു സഹാബി പിന്നീട് ആളുകൾക്ക് വേണ്ടി ആ സ്ഥലത്ത് കൈവച്ച് പിന്നീട് രോഗിയുടെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കൊടുത്ത് അങ്ങനെ അല്ലാഹു റബ്ബുൽ ആലമീൻ രോഗം മാറ്റിയ സംഭവങ്ങൾ ധാരാളക്കണക്കിന് അതുപോലുള്ള സംഭവങ്ങൾ കാണാം. ഇതെല്ലാം ശരിയായ തബറുക്കാണ്. തൗഹീദിൻ്റെ ഈമാനിൻ്റെ വക്താക്കൾ നടത്തിയ ശരിയായ തബറുക്ക്. ഈ തബറുക്കുമായി ഷിർക്കിൻ്റെ ബിദ്അത്തിൻ്റെ വക്താക്കളുടെ തബറുക്ക് ഒരിക്കലും കൂട്ടിക്കെട്ടാൻ സാധ്യമല്ല. കാരണം അവർ ശരിയായ തബറുക്കാണ് നടത്തുന്നത്, ശരിയായ മന്ത്രമാണ് മന്ത്രിക്ക് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പോകാൻ സാധ്യമല്ല. പോകാൻ ഒരാളെയും അനുവദിക്കാനും നമുക്ക് പാടില്ല. എന്തുകൊണ്ടാണ്? കാരണം അവരുടെ വിശ്വാസം പിഴച്ചതാണ്. പറയുന്നത് മുഴുവൻ ഷിർക്കാണ്. ദർഗകളും ജാറങ്ങളും ഇതുമായി കറങ്ങി നടക്കുന്ന ആളുകൾ എങ്ങനെ അവരുടെ അവർ ശരിയായ മന്ത്രമാണ് മന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും ഒരു മുസ്ലിമിന് അതിനെ പ്രോത്സാഹിപ്പിക്കുക പാടില്ല. അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ثم رأيت بلالا أخرج عنزة فركزها. ശേഷം ഞാൻ കണ്ടു ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു അനസ, ഒരു കുന്തമാണ്, ചെറിയ കുന്തം, അത് നാട്ടി അത് സ്ഥാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വരികയാണ്. ഇത് മക്കയിൽ അബ്തഹിൽ വെച്ചായിരുന്നു. അബ്തഹ്, മുഹസ്സബ്, ബത്ഹ എന്നൊക്കെ പറയുന്ന മക്കയുടെ തൊട്ട് പുറത്തുള്ള ആ സ്ഥലം, അത് ഒരു തുറസായ സ്ഥലമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടിയാണ് ബിലാൽ ഇങ്ങനെ കുന്തം നാട്ടിയത്. വഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു, പുറത്തേക്ക് വന്നു. ഫി ഹുല്ലത്തിൻ ഹംറാ. അബൂ ജുഹൈഫ നബിയെ കണ്ട ആ രൂപം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുവന്ന നിറത്തിലുള്ള ഹുല്ലത്ത് ധരിച്ചിട്ടുണ്ടായിരുന്നു. ഹുല്ല എന്നത് അത്
ഒന്നിലധികം, ഏറ്റവും ചുരുങ്ങിയത് 2 വസ്ത്രം ഉണ്ട് എങ്കിൽ മാത്രമേ ഹുല്ല എന്ന് പറയുകയുള്ളൂ എന്നാണ്. ഉദാഹരണത്തിന് തുണിയും അതുപോലെ റിദാവും, തട്ടവും, ഇസാറും റിദാവും, ഇതുപോലെ 2 വസ്ത്രമുണ്ട് എങ്കിലേ അതിന് ഹുല്ല എന്ന് പറയുകയുള്ളൂ. അതുപോലെ പുതിയ വസ്ത്രമാണ് എങ്കിലേ ഹുല്ലത്ത് എന്ന് പറയൂ, നല്ല പുതിയ വസ്ത്രമാണ് എങ്കിലേ ഹുല്ലത്ത് എന്ന് പറയൂ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അങ്ങനെയുള്ള ഹുല്ലത്ത് ധരിച്ചിരിക്കുന്നു. അതിൻ്റെ നിറം ഹംറ ആയിരുന്നു. ഹംറ എന്നാൽ ചുവന്ന നിറം. പക്ഷേ ഇവിടെ ചുവന്ന നിറം എന്ന് പറഞ്ഞത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ അത് പൂർണ്ണമായും ചുവപ്പായിരുന്നില്ല, മറിച്ച് അത് ചുവന്ന വരകളും മറ്റും ഉണ്ട് എങ്കിൽ അതിന് ഹംറ, ചുവന്നത് എന്ന് പറയും എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചത് കാണാം. അതെന്തുകൊണ്ടാണ് എന്നാൽ പുരുഷന്മാർക്ക് ചുവന്ന വസ്ത്രങ്ങൾ അഥവാ മുഴുവൻ ചുവന്ന വസ്ത്രം ധരിക്കുന്നത് വിലക്കുന്ന ചില ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നതിനാൽ, അങ്ങനെയുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ധരിച്ചത് എന്താണ്? അത് പൂർണ്ണമായും ചുവപ്പ് എന്നല്ല, മറിച്ച് അത് ചുവന്ന വരകളും മറ്റും ഉണ്ട് എങ്കിൽ അതിന് ഹംറ എന്ന് പറയും. ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ള പണ്ഡിതന്മാർ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്, അത് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ധരിച്ചു എന്നതിനാൽ അതുകൊണ്ട് അത് കുഴപ്പമില്ല, ചുവന്ന നിറം കുഴപ്പമില്ല എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ വല്ലാഹു ആലം അത് അങ്ങനെ പൂർണ്ണമായി ചുവപ്പ് നിറമുള്ള വസ്ത്രം ഒഴിവാക്കലാണ് സൂക്ഷ്മത. കാരണം അത് പുരുഷന്മാർക്ക് വിലക്ക് വന്നിട്ടുള്ള ചില ഹദീസുകൾ കാണാം. പുരുഷന്മാർക്കത് വിലക്കപ്പെട്ട ഹദീസുകൾ കാണാം. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചത്? മുശമ്മിറൻ എന്നാൽ, തശ്മീർ എന്നാൽ അത് കണങ്കാലിൻ്റെ പകുതിയിൽ തുണി ഉടുക്കുന്നതിനാണ് തശ്മീർ എന്ന് പറയുക. ഷമ്മറ എന്ന് പറഞ്ഞാൽ കണങ്കാലിൻ്റെ പകുതിയിൽ വെച്ച് ഉടുക്കുക എന്നതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ കാണാം, ഇസ്റത്തുൽ മുഅ്മിനി ഇലാ അൻസാഫി സാഖൈ, മുഅ്മിനിൻ്റെ ഇസ്റ, അവൻ്റെ ഉടുമുണ്ട്, ഇല അൻസാഫി സാഖൈ, കണങ്കാലിൻ്റെ പകുതി വരെയാണ്. നെരിയാണി വരെ ഉള്ളതിന് കുഴപ്പമില്ല, അതിന് താഴെ പോയാൽ അത് നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. എന്താണ് നിസ്ഫു സാഖ്? എവിടെയാണ് സാഖ് എന്ന് പറഞ്ഞാൽ? കണങ്കാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽപ്പത്തി തൊട്ട് കാൽമുട്ട് വരെയുള്ള ഭാഗത്തിനാണ് കണങ്കാൽ എന്ന് പറയുക. കാൽപ്പത്തി തൊട്ട് കാൽമുട്ട് വരെയുള്ള ഭാഗമാണ് കണങ്കാൽ. അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ നിങ്ങളത് ശരിക്കും മനസ്സിലാക്കുക. അത് വരെ ഉള്ള വസ്ത്രം, അതിനാണ് തശ്മീർ എന്ന് പറയുക. നെരിയാണി വരെ ധരിക്കാൻ അനുവാദമുണ്ട്. പല പണ്ഡിതന്മാരും പറഞ്ഞത് കാണാം. അതായത് ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിക്കാൻ പറഞ്ഞ ഹദീസ് ഇസാറിനാണ്. അതേസമയം ഖമീസിന് അങ്ങനെ ഹദീസ് വന്നിട്ടില്ല. എന്താണ് ഖമീസ്? ഖമീസ് ഒറ്റ വസ്ത്രമാണ്, ഒറ്റ വസ്ത്രം. ഇന്ന് അറബികൾ ധരിക്കുന്ന, പൊതു അറബികളുടെ വസ്ത്രമായി അറിയപ്പെട്ട ആ വസ്ത്രം, അത് ഖമീസ് എന്ന് പറയും. ഖമീസ് പോലെയുള്ള വസ്ത്രങ്ങൾക്ക് ഈ പറഞ്ഞ പ്രയോഗം ഹദീസിൽ വന്നിട്ടില്ല. കണങ്കാൽ വരെ, അതിൻ്റെ പകുതി വരെ, കണങ്കാലിൻ്റെ പകുതി വരെ. എന്തുകൊണ്ടാണ്? കാരണം ആ വസ്ത്രം ഒരിക്കലും ലൂസായി നെരിയാണിക്ക് താഴേക്ക് പോവുകയില്ല. എങ്ങനെ പോകും? മുകളിൽ ധരിച്ചാലോ, ചുമലിൽ നിൽക്കുകയാണല്ലോ. അതേസമയം അരയിൽ ഉടുക്കുന്ന വസ്ത്രം അത് ഊരിപ്പോകാൻ സാധ്യതയുണ്ട്, നെരിയാണിക്ക് താഴെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് മാത്രമേ ഹദീസിൽ എന്ത് വന്നിട്ടുള്ളൂ? ഇലാ അൻസാഫി സാഖൈ, ഇസ്റത്തുൽ മുഅ്മിൻ ഇലാ അൻസാഫി സാഖൈ, അത് കണങ്കാലിൻ്റെ പകുതി വരെയാണ് മുഅ്മിൻ്റെ വസ്ത്രം. നെരിയാണി വരെ ഉള്ളതിന് കുഴപ്പമില്ല, അതിന് താഴെ പോവുക പാടില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ പണ്ഡിതന്മാർ സൂചിപ്പിച്ച ഈ കാര്യം വളരെ അതിനോട് യോജിക്കുന്നതായി നമുക്ക് മനസ്സിലാവും. കാരണം ഒരാൾ ഖമീസ് ധരിച്ചാൽ താഴേക്ക് പോവുക, നെരിയാണിക്ക് താഴെ പോവുക എന്ന പ്രശ്നമില്ല. എന്നാൽ ഇസ്റത്ത് ധരിച്ചാൽ അത് നെരിയാണിക്ക് താഴെ പോവുക എന്ന അപകടം അതിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ അപകടം വരാതിരിക്കാൻ എന്തു ചെയ്യുന്നു? നെരിയാണിക്ക് തൊട്ട് മുകളിൽ ഉടുക്കാതെ ഒന്ന് കുറച്ചുകൂടി കയറ്റി ഉടുക്കുന്നു എന്നു മാത്രം. ഇപ്പോൾ നോക്കൂ, നെരിയാണിക്ക് മുകളിൽ ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം വസ്ത്രം ധരിച്ചാൽ അത് മതിയാകുന്നതാണ്.
ഫസല്ല ഇലൽ അനസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുന്തത്തിന് നേരെ തിരിഞ്ഞ് നിസ്കരിച്ചു, അഥവാ അത് സുത്രയാക്കി നിസ്കരിച്ചു. ബിന്നാസ് ജനങ്ങളെയും കൊണ്ട് റക്അത്തൈനി 2 റക്അത്ത്. ചില റിവായത്തുകൾ ഇത് ളുഹറായിരുന്നു എന്ന് കാണാം, കാരണം അത് യാത്രക്കിടയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറും അസ്റും എല്ലാം ഈ രണ്ട് റക്അത്തായിട്ടായിരുന്നു ആ സമയത്ത് നിസ്കരിച്ചത്. വറഅയ്തു الناس والدواب يمرون بين يدي العنزة. അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ജനങ്ങളും അതുപോലെ മൃഗങ്ങളുമെല്ലാം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടി കുന്തത്തിന് അപ്പുറത്തുകൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. പക്ഷെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തെ ബാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം പറഞ്ഞത്? നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാര്യം അറിയിക്കാൻ വേണ്ടിയാണ്. അഥവാ സുത്ര വെച്ചാൽ അതിനപ്പുറത്തുകൂടി ആളുകൾ കടന്നുപോയാൽ അതിൽ പ്രശ്നമില്ല. നോക്കൂ അടുത്ത ഹദീസ്. عن ابن عباس رضي الله عنه قال أقبلت راكبا على أتان وأنا يومئذ قد ناهزت الاحتلام. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരു പെൺ കഴുതയുടെ പുറത്ത് ചെന്നു. ഞാൻ അന്ന് ഇഹ്തിലാമിനോടടുത്ത അഥവാ പ്രായപൂർത്തിയോടടുത്ത പ്രായം എനിക്കുണ്ടായിരുന്നു. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബിന്നാസി ബിമിന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിൽ വെച്ച് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുകയായിരുന്നു. ഫമറർതു ബൈന യദൈ സഫ്. ഞാൻ സഫുകൾക്കിടയിലൂടെ ഈ കഴുതപ്പുറത്ത് പോയി. ഫനസൽതു, ഞാൻ ഇറങ്ങി. ഫഅർസൽതുൽ അതാന തർതഉ, ഞാൻ ഈ കഴുതയെ വിട്ടു. വദഖൽതു ഫി സഫ്, ഞാൻ സഫിൽ കയറി നിന്നു. ഫലം യുൻകിർ ദാലിക അലി അഹദ്, ഒരാളും തന്നെ അതിൻ്റെ പേരിൽ എന്നെ കുറ്റം പറഞ്ഞിട്ടില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? അഥവാ ഇമാമിൻ്റെ സുത്ര പിന്നിലുള്ളവർക്ക് സുത്രയാണ്. ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ മുന്നിലൂടെ സുത്രക്കിടയിലൂടെ നടന്നു പോകാൻ പാടില്ല. അതേസമയം സഫുകൾക്കിടയിലൂടെ ഒരാൾക്ക് നടക്കേണ്ടി വന്നാൽ നടക്കാം. ഇബ്നു അബ്ബാസ് സഫിലേക്ക് കയറാൻ ഈ കഴുതപ്പുറത്താണ് പോകുന്നത്. കഴുതയാകട്ടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിസ്കാരം മുറിച്ചു കളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ ജന്തു കൂടിയാണ്. പക്ഷെ അതിന് പുറത്താണ് ഈ സഹാബി പോകുന്നത്. എന്നിട്ടും ആരും അതിൽ കുറ്റം പറഞ്ഞില്ല, കാരണം ഇമാമിൻ്റെ മുന്നിലൂടെ പോയാൽ മാത്രമേ തെറ്റുള്ളൂ. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഫിൽ കയറി നിൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ നമുക്ക് വരുന്ന ദർസിൽ വിശദീകരിക്കാം. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.